ഹായ് കൂട്ടുകാരെ, ഇന്നൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് റേഷൻ പച്ചരി പൊടിച്ച അപ്പത്തിന് വേണ്ടി പൊടിച്ച് വറുത്ത പൊടിയാണിത്. ഇതൊരു 2 സ്പൂൺ, 2 സ്പൂണിലാട്ടോ 2 കയ്യിലാണ്. അത് ആവശ്യത്തിനുള്ള പൊടി എടുക്കാം. ഇത്രയ്ക്ക് മതിയാവും. ഇതിലേക്ക് 1 സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ഇല്ലെങ്കിൽ നമുക്ക് 1 സ്പൂൺ പൊടി എടുത്തൊന്ന് കുറുക്കി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു അല്പം ഈസ്റ്റ്, ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്തതാണ്. ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് അരയ്ക്കാം. ഒരു 1.5 സ്പൂണോളം പഞ്ചസാര മധുരം ആവശ്യത്തിനായിട്ട് എടുക്കാം. ഞാനിപ്പോൾ കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് വെള്ളം എടുത്തൊന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇഡ്ഡലി മാവിൻ്റെ രീതിയിൽ തന്നെ ഇങ്ങനെ അരച്ചെടുത്ത് നമുക്കൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാണിത് ഈ വട്ടയപ്പം. നാല് മണിക്കൂർ കഴിയുമ്പോൾ ഇത് പൊങ്ങി വരും. ഇത് മാറ്റി വയ്ക്കാം. നന്നായി അടച്ച് മൂടി വയ്ക്കാം. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊന്ന് നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇതിന് മധുരം കുറവായിരുന്നു നോക്കിയപ്പോൾ. ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇനി നമുക്കിത് കോരി ഒഴിച്ച് ആവിയിൽ ചുട്ടെടുക്കാം. അപ്പം വേഗം വിട്ട് കിട്ടാനായിട്ട് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കാം. പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു തരി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അത്ര മാവ് മതിയാവും. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്.